നമസ്കാരം. അരമനകളിൽ കയറി അപ്പവും വീഞ്ഞും ഭുജിച്ചും ക്രിസ്തീയ ഭവനങ്ങളിൽ ചെന്ന് കേക്ക് തീറ്റിച്ചും കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസികളെ കയ്യിലെടുക്കാമെന്ന ബി.ജെ.പിയുടെ പദ്ധതി പൊളിഞ്ഞു പാളീസായി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത യൂഹനോൻ മെലേഷ്യസ് ക്രിസ്ത്യൻ മതസമൂഹത്തെ കോടതി കയറ്റാനുള്ള ബി.ജെ.പിയുടെ ശ്രമത്തിന്റെ തീവ്രമായ വശങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ക്രിസ്മസ് തലേന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടു. ഈയിടെ പാലക്കാട്ടെ ഒരു സർക്കാർ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്താൻ വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയ ശ്രമത്തെക്കുറിച്ചുള്ള കടുത്ത പരാമർശത്തിൽ ബിഷപ്പ് ചൂണ്ടിക്കാണിച്ചതിന് ഒരു ട്രോളിന്റെ സ്വഭാവം കൂടിയുണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജനനത്തെ ചിത്രീകരിക്കുന്ന പോസ്റ്റിൽ തൊഴുത്തുകൾ ചില സ്ഥലങ്ങളിൽ ബഹുമാനിക്കപ്പെടുകയും മറ്റ് പ്രദേശങ്ങളിൽ നശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാണ് പരാമർശിച്ചത്. തത്തമംഗലം ഗവൺമെന്റ് യു.പി. സ്കൂളിന് മുന്നിൽ വിദ്യാർത്ഥികൾ കെട്ടിയ തൊഴുത്ത് നശിപ്പിച്ച സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ പാലക്കാട് പോലീസ് അന്വേഷിക്കുന്നതിനിടയിലാണ് ബിഷപ്പിന്റെ പ്രസ്താവന വന്നത്. ന്യൂഡൽഹിയിൽ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭാ നേതാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ബിഷപ്പിന്റെ പോസ്റ്റ് വന്നത്. യേശുക്രിസ്തു അനുകമ്പയുടെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും പ്രതീകമാണെന്ന് ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ച മോദി സഭാ മേധാവികളുമായി സൗഹൃദം പങ്കിട്ടാണ് മടങ്ങിയത്. ക്രിസ്ത്യാനികൾ നിർണായക ഘടകമായ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തകർപ്പൻ വിജയം ക്രിസ്തീയ വോട്ടുകളുടെ വ്യതിയാനം വഴി സംഭവിച്ചതാണെന്ന ചർച്ചയ്ക്ക് തുടക്കമിട്ടിരുന്നു. CPM-ഉം കോൺഗ്രസും നല്ലേപ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ നടന്ന സംഭവത്തെ അപലപിച്ച് രംഗത്ത് വന്നു. ക്രിസ്ത്യാനികളെ കൂട്ടിലാക്കാൻ വൻ പദ്ധതിയും തയ്യാറാക്കി ഇറങ്ങിയ ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കാൻ പാലക്കാട്ടെ പ്രൈമറി സ്കൂൾ സംഭവം വലിയ പങ്കുവഹിച്ചു. DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് നഗരത്തിൽ ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചും സാന്താക്ലോസിന്റെ വേഷം ധരിച്ചും പ്രതിഷേധിച്ചത് കൂടുതൽ ശ്രദ്ധേയമായി. പാലക്കാട് സംഭവത്തെ തുടർന്ന് ബി.ജെ.പിയുടെ പ്രവർത്തകർ കേരളത്തിലുടനീളം ക്രിസ്തീയ ഭവനങ്ങളുടെയും ഇടവകക്കാരുടെയും സഭാ നേതാക്കളുടെയും വാതിലുകളിൽ മുട്ടിയത് വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ക്രിസ്ത്യാനികളോടുള്ള ബി.ജെ.പിയുടെ പ്രകടനങ്ങളെ ആട്ടിൻ വേഷത്തിലെ ചെന്നായിയോട് ഉപമിച്ചു. നല്ലേപ്പള്ളി സംഭവം സംഘപരിവാറിന്റെ യഥാർത്ഥ ന്യൂനപക്ഷ വിരുദ്ധ സ്വഭാവം വെളിപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. കടുത്ത പൊതു എതിർപ്പ് നേരിട്ടതോടെ ബി.ജെ.പി. പ്രതിരോധത്തിലായി. സംഭവത്തെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അപലപിച്ചെങ്കിലും അതൊന്നും വലിയ ഗുണം ചെയ്തില്ല. ക്രിസ്ത്യൻ വിരുദ്ധ പരാമർശം നടത്തിയതിന് വയനാട് ജില്ലാ പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കാര്യം പറഞ്ഞാണ് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വിഷയം ലഘൂകരിക്കാൻ ശ്രമിച്ചത്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ബി.ജെ.പിയുടെ സ്വാധീനം ഇല്ലാതാക്കാൻ കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമായാണ് നല്ലേപ്പള്ളി സംഭവമെന്ന് സംശയിക്കുന്നതായും സുരേന്ദ്രൻ പറഞ്ഞു. ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്കും സഭാ നേതാക്കളുടെ വസതികളിലേക്കും ബി.ജെ.പി. നടത്തുന്ന സ്നേഹയാത്ര തടസ്സമില്ലാതെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ പ്രൈമറി സ്കൂൾ കുട്ടികളെ സാന്താക്ലോസിന്റെ വേഷമണിയിച്ച് കരോൾ സംഘമായി സമീപത്തെ വീടുകളിലേക്ക് അയക്കാനുള്ള സ്കൂളിന്റെ തീരുമാനത്തെ പാലക്കാട് കൊല്ലങ്കോട് ഭാഗത്തെ VHP ബജറംഗ് ദൾ പ്രവർത്തകർ ചോദ്യം ചെയ്തതിനെ VHP സംസ്ഥാന സെക്രട്ടറി വിജി തമ്പി ന്യായീകരിച്ചു. സ്കൂളിന്റെ നടപടി ജുവനൈൽ ജസ്റ്റിസ് നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചതായി അദ്ദേഹം പറഞ്ഞു. പ്രവർത്തകർ പ്രധാന അധ്യാപികയ്ക്ക് പരാതി നൽകിയതായും വിജി തമ്പി അറിയിച്ചു. ക്രിസ്മസ് പ്രമാണിച്ച് രാഷ്ട്രീയ കേക്കുമായി ഇറങ്ങിയ ബി.ജെ.പിക്ക് ഇങ്ങനെയൊരു പാര ബന്ധുക്കളിൽ നിന്ന് തന്നെ കിട്ടുമെന്ന് ഒരിക്കലും കരുതിയതല്ല എന്ന് ചുരുക്കം.